വഖഫ് ബില്ലേ അറബിക്കടലിൽ കൊണ്ടേ ഞങ്ങൾ തള്ളും. വഖഫ് നിയമം അറബിക്കടലിനുള്ളതാണ്. ഇവിടെ മുനമ്പമടക്കമുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ പരിഹാരം കാണും. സുരേഷ് ഗോപി അണ്ണന്റെ വലിയ വാർത്തയായിരുന്നു അത്. സുരേഷ് ഗോപി ഇങ്ങനെ ഈ നാട്ടിൽ പ്രചരിപ്പിച്ചാണ്. അങ്ങനെ വഖഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചോദിക്കുമ്പോൾ, വഖഫുമായി ബന്ധപ്പെട്ട ജബൽപൂരിലെ ആക്രമണങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ, താൻ ആരാ എന്നോട് ചോദിക്കാൻ, ആളറിഞ്ഞ് സംസാരിക്കുക. ഇതൊക്കെ സുരേഷ് ഗോപിയുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ രാഷ്ട്രീയ കേരളം കണ്ടതാണ്. ഇപ്പോ ആശാന് മിണ്ടാട്ടമില്ല. ആലോചിച്ച് നോക്കൂ, മുനമ്പം എന്ന് പറയുന്ന ആ വിഷയത്തെ വഖഫുമായി ചേർത്ത് വെച്ച് വഖഫ് ബില്ല് നടപ്പാക്കുമ്പോൾ ആ അമെൻമെന്റിൽ ഇവിടെ മുനമ്പം നിവാസികൾക്ക് വളരെ വലിയ പ്രത്യാശയുടെ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് പറഞ്ഞു പരത്തിയ BJP അക്കൗണ്ടുകൾ നിശബ്ദമാണ്. ഇന്നലെ ഇവിടെ വന്ന കേന്ദ്രമന്ത്രി അടക്കമുള്ളവർ പറയുന്നത് എന്താ? സുപ്രീം കോടതിയിൽ വലിയ രീതിയിലുള്ള നിയമ പോരാട്ടങ്ങൾക്കായി മുനമ്പം നിവാസികൾ കാത്തിരിക്കേണ്ടി വരുമെന്ന്. അവിടുത്തെ നിവാസികളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പത്തിലേക്കായി പോയിരിക്കുകയാണ്. അപ്പോൾ മുനമ്പത്ത് BJPയെ ട്രസ്റ്റ് ചെയ്ത്, നിങ്ങൾക്കറിയോ, 50-ലധികം ആളുകളെയാണ് BJPയിലേക്ക് അവർ ഈ അടുത്ത സമയങ്ങളിൽ അംഗത്വം എടുപ്പിച്ചത് മുനമ്പത്ത്. അപ്പോൾ വലിയ രീതിയിലുള്ള ഈ ഒരു സംഭവത്തെ പ്രചരിപ്പിച്ച് വഖഫ് ബില്ലിനോട്, അമെൻമെന്റ് ബില്ലിനോട് ചേർത്ത് വെച്ച് മുനമ്പം വിഷയത്തെ കൈകാര്യം ചെയ്ത് മുനമ്പത്ത് വലിയ രീതിയിലുള്ള ഒരു അനുകൂലമായ നിയമങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ പോകുന്നത്. ശാശ്വതമായ പരിഹാരം മുനമ്പത്തുണ്ടാക്കാനാണ് ഞങ്ങൾ പോകുന്നത് എന്ന സുരേഷ് ഗോപിയുടെ, കേന്ദ്രമന്ത്രി പാർലമെന്റിൽ മണിക്കൂറുകളോളം സംസാരിച്ചതിനെ മുഴുവൻ കാറ്റിൽ പറത്തിയാണ് ഇന്നലത്തെ പ്രസ്താവന വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് മുനമ്പത്തെ ആളുകളെ ശുദ്ധമായി, കൃത്യമായി, വ്യക്തമായി പറ്റിച്ചിരിക്കുന്നു BJP. ഇനിയെങ്കിലും കണ്ടറിയൂ BJPയുടെ ഈ തന്ത്രം. അതായത് ഒരു വോട്ടിനു വേണ്ടി, BJPയിലേക്ക് അംഗത്വം എടുക്കുന്നതിന് വേണ്ടി, താൽക്കാലികമായി ഉണ്ടാകുന്ന ലാഭത്തിനു വേണ്ടി അവർ പറഞ്ഞു പറ്റിപ്പിക്കുന്നതാണ് ഇവിടെ കാര്യങ്ങളെ. അതിനുവേണ്ടി കൂട്ടുനിൽക്കുകയാണ് BJPയുടെ കേന്ദ്ര നേതൃത്വവും എന്നുള്ളതാണ്. കേന്ദ്ര നേതൃത്വവും കേരള നേതൃത്വവും എന്നുള്ളതാണ്. മുനമ്പം നിവാസികളെ, നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ശാശ്വത പരിഹാരവും വഖഫ് ഭേദഗതി ബില്ലിലില്ല. കാരണം അതിന്റെ വിഷയം തന്നെ ഉടമസ്ഥാവകാശവും വഖഫ് എന്ന് പറയുന്നതിനെ കൈമാറ്റം ചെയ്യപ്പെടാൻ സാധിക്കുമോ, എത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടുത്തെ വിഷയമെന്നിരിക്കെയാണ് വഖഫ് അമെൻമെന്റ് ബില്ലിലൂടെ നിങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി പരിഹരിക്കാൻ പറ്റുന്നതാണ് ഭേദഗതി ബില്ല് എന്ന് അവർ പറഞ്ഞതും അങ്ങനെ പറഞ്ഞു ബലിപ്പിച്ചതുമെല്ലാം. എത്ര കൃത്യമായാണ് അവർ മലക്കം അറിയുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ആശാ വർക്കർമാരുടെ സമരത്തിലേക്ക് സുരേഷ് ഗോപി വന്നിട്ട് പറയാ, ഞങ്ങൾ കേരള സർക്കാരിനെ പാഠം പഠിപ്പിക്കും. കേരള സർക്കാരാണ് ആശാമാർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കാത്തതെന്ന്. ഫെബ്രുവരി വരെയുള്ള മുഴുവൻ കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടിയ മുഴുവൻ കാര്യങ്ങളും, മുഴുവൻ ആനുകൂല്യങ്ങളും കേരള സർക്കാർ ആശാ വർക്കർമാർക്ക് കൊടുത്തിട്ടുണ്ട്. മാർച്ചിലെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാതെ അതും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൃത്യമായി കേരള സർക്കാർ കാര്യങ്ങൾ പാലിച്ചു പോകുന്നിടത്തു വന്ന് സുരേഷ് ഗോപി പറയാണ്, ഞങ്ങൾ കേരള സർക്കാരിനെതിരെ ശക്തമായി സമരം ചെയ്യുമെന്ന്. അപ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? ആ ഒരു വിഷയത്തെ മറ്റൊരു രീതിയിലേക്ക് മാറ്റിമറിക്കാനുള്ള സുരേഷ് ഗോപിയുടെ കേന്ദ്ര നേതൃത്വത്തിലുള്ള BJPയുടെ കേരള BJP ഘടകത്തിന്റെ ഒരു വലിയ രീതിയിലുള്ള ഒരു തീരുമാനമാണ് അവിടെ നടപ്പാക്കപ്പെടുന്നത്. സെയിം കാര്യം തന്നെയാണ് വഖഫിലും സംഭവിച്ചത്. വഖഫ് ഭേദഗതി ബില്ല് വരുമ്പോൾ മുനമ്പം നിവാസികൾക്ക് കൃത്യമായിട്ടുള്ള പരിഹാരം ഉണ്ടാവുമെന്ന് വരുത്തി തീർക്കുക, അതൊരു ക്യാമ്പയിനാക്കി മാറ്റുക, BJPയിലേക്ക് ആളെ കൂട്ടുക, ക്രൈസ്തവരെ കൊണ്ട് പോലും BJPയെ അനുകൂലിപ്പിക്കുന്ന നിലപാടെടുക്കുക, ക്രൈസ്തവ സഭകളിലെ മെത്രാന്മാരടക്കമുള്ളവർ BJPയോട് അനുകൂലത പ്രകടിപ്പിക്കുക, വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുക, അതിനുശേഷം ഒരു നാണവുമില്ലാതെ, ഒരു മാനവുമില്ലാതെ വന്ന് പറഞ്ഞതിനെ മാറ്റി പറയുക, അത്തരം കാര്യങ്ങളോട് പ്രതികരണം ചോദിക്കുമ്പോൾ നിശബ്ദമായിരിക്കുക, സുപ്രീം കോടതിയുടെ വിധിയെ കാത്തിരിക്കേണ്ടി വരുമെന്ന് പറയുക. തിരിച്ചറിയൂ BJPയുടെ ഈ നാണം കെട്ട രാഷ്ട്രീയത്തെ. BJP ഉത്തരേന്ത്യയിലും ഇന്ത്യ മുഴുവനും നടത്തുന്ന ഈ ഒരു വർഗീയ ഡിവൈഡിങ് രാഷ്ട്രീയത്തെ തന്നെയാണ് കേരളത്തിലും അവർ ആവിഷ്കരിക്കാൻ നോക്കുന്നത്. ഭാഗ്യവശാൽ കേരളത്തിലെ ജനങ്ങൾ സാക്ഷരതയുള്ളവരാണ്, കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളവരാണ്, ഓരോ ആളുകൾക്കും കൃത്യമായ രാഷ്ട്രീയ മാനങ്ങളുള്ളവരാണ്.
അതുകൊണ്ട് തന്നെയാണ് ഒരു പരിധിയിലധികം അവരെ അകറ്റി നിർത്താൻ നമുക്ക് സാധിക്കുന്നതും. പക്ഷെ ചില സ്ഥലങ്ങളിൽ അവർ കടന്നു കയറുന്നു, അവരുടെ വോട്ട് ശതമാനം 20% ഇൻക്രീസ് ചെയ്യുന്നു. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും BJP ചർച്ചയാകുന്നു, BJP ശക്തമായിട്ടുള്ള എതിർ കക്ഷികളായി മാറുന്നു. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ കൂടുതൽ ഉണർന്ന് വഖഫും ആശാവർക്കർമാരുടെ വിഷയവുമെല്ലാം നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതാണ്. എന്താണ് അവരുടെ രാഷ്ട്രീയ ചിന്ത എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് എന്നതാണ് വോക്സിന് ഈ വിഷയത്തിൽ പറയാനുള്ളത്.